പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ അവിടെ വെച്ച് കണ്ട നിയമലംഘനങ്ങളുണ്ടല്ലോ, ആ നിയമലംഘനങ്ങൾക്ക് ശേഷം അടുത്ത ഞെട്ടിക്കുന്ന നഗ്നമായ ഒരു നിയമലംഘനമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമുക്കറിയാം, ഇവിടെ അലറി ആർത്തടിക്കുന്ന തിരമാല, ആ തിരമാലകളിൽ നിന്ന് നമുക്ക് ഈ CRZ ഒക്കെ ആയിട്ട് നമുക്കറിയാവുന്നതാണ്, 200 മീറ്ററിനകത്ത് ഒരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും അനുവദിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ CRS റെഗുലേഷൻ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാൽ ഈ തിരമാലകളുടെ ഏതാനും ഈ അടിക മാത്രം ഇപ്പുറത്തായി നമുക്കിതാ പുറകോട്ട് നോക്കൂ, സോൾ ആൻഡ് സർഫ്, സോൾ ഫുഡ് കഫേ എന്ന് പറഞ്ഞുകൊണ്ട് ഹൈറ്റൈഡ് ലൈൻ എന്നാലോചിച്ച് നോക്കണം. CRZ റെഗുലേഷൻ പ്രകാരം കടലിനടുത്ത് കഴിഞ്ഞിട്ടുള്ള ഹൈറ്റൈഡ് ലൈനാണ് ഇവിടം. ഈ ഹൈറ്റൈഡിൻ കഴിഞ്ഞ് 200 മീറ്റർ അപ്പുറത്ത് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാവൂ എന്നിരിക്കെ ഈ തിരമാലയ്ക്ക് ഏതാനും അടി മാത്രം ഇപ്പുറത്തുള്ള ഹൈറ്റൈഡ് ലൈൻ മുതൽ മുകളിലേക്ക് ഇങ്ങനെ വഴി പോവുകയാണ്. ഈ വഴി ചെന്ന് തീരുന്നത് ഒരു റിസോർട്ടിലാണ്, ഒരു അനധികൃതമായിട്ടുള്ള റിസോർട്ടിലാണ് എന്നാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. എത്ര ഭീകരമായിട്ടുള്ള നിയമലംഘനമാണ് ഇവിടെ നടക്കുന്നത് എന്ന് നിങ്ങൾ നോക്കൂ. ഹൈറ്റൈഡ് ലൈൻ കഴിഞ്ഞ് 200 മീറ്ററിനപ്പുറത്ത് മാത്രം നിർമ്മാണ പ്രവർത്തനങ്ങൾ, നോ ഡെവലപ്പ്, അതായത് ഹൈറ്റൈഡ് ലൈൻ കഴിഞ്ഞിട്ടുള്ള 200 മീറ്ററിനപ്പുറം നോ ഡെവലപ്മെൻറ്റ് സോണാണ് നമ്മൾ ഓർക്കണം. അത് മുഴുവൻ നഗ്നമായി ലംഘിച്ചുകൊണ്ടുള്ള നിയമലംഘനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിന് മുകളിൽ ഒരു റിസോർട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നമ്മൾ ഇവിടെ കണ്ടതിന് ശേഷം അടുത്ത നിയമലംഘനം നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ അടുത്ത നിയമലംഘനം നടക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ നേരത്തെ നമ്മൾ കണ്ട നിയമലംഘനത്തെക്കാളൊക്കെ 10 മടങ്ങ് ഗുരുതരമായിട്ടുള്ള ഒരു നിയമലംഘനമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, കടൽ കഴിഞ്ഞാൽ പിന്നെ CRZ മേഖലകൾ, കടൽ കഴിഞ്ഞിട്ട് ഹൈറ്റൈഡ് സോണുണ്ട്, HTL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെവലുണ്ട്. ആ ലെവല് കഴിഞ്ഞ് 200 മീറ്റർ എന്ന് പറയുന്നത് നോ ഡെവലപ്മെൻറ്റ് സോണാണ്. ഈ HTL കഴിഞ്ഞാൽ 200 മീറ്റർ കഴിഞ്ഞ് എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂ എന്നിരിക്കെ സീഷോർ എന്ന് പറഞ്ഞ ഒരു റിസോർട്ട് ഇതിന് മുകളിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 6 ആഗായിട്ട് പടികൾ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. 6 ആഗായിട്ടുള്ള ഈ പടികൾ ചെന്നിട്ട് നിങ്ങൾക്ക് മുകളിൽ ഒരു ഗുഹ കാണാം. ഒരു പച്ച പെയിൻ്റ് അടിച്ചിരിക്കുന്ന ഒരു ഗുഹയുണ്ട് അവിടെ. ആ ഗുഹയ്ക്കകത്തുകൂടി നടന്നുകൊണ്ടാണ് ഷൈൻ എന്ന ആളുടെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷൈൻ എന്ന് പറഞ്ഞ ആളുടെ ഉടമസ്ഥാവകാശത്തിലുള്ള സീഷോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമവിരുദ്ധ റിസോർട്ട് അതിന് മുകളിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആലോചിച്ച് നോക്കൂ, കടൽ ഏതാനും അടി കഴിയുമ്പോൾ HTL അപ്പുറത്ത്, HTL കഴിഞ്ഞ് 200 മീറ്ററിന് അപ്പുറത്ത് മാത്രമേ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാവൂ എന്നിരിക്കെയാണ് അത് മുഴുവൻ നഗ്നമായി ലംഘിച്ചുകൊണ്ട് ഈ പടികളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന നിയമവിരുദ്ധമാണ്. ഈ പടിയെല്ലാം ഉണ്ടാക്കിയിട്ട് അവിടെ ചെന്നിട്ട് ഗുഹയിൽ നിന്ന് റിസോർട്ട്. അപ്പോൾ എത്ര നഗ്നമായിട്ടുള്ള നിയമലംഘനമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ അടുത്ത നിയമലംഘനം നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മളിവിടെ നിന്ന് യാത്രയാവുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു നിയമവിരുദ്ധ നിർമ്മാണത്തിൻ്റെ മുന്നിലല്ല. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കുന്നുകൾ വിനോദസഞ്ചാരികൾ അടുത്ത മിനിമം ഏറ്റവും ചുരുങ്ങിയത് ഓഗസ്റ്റ് മാസത്തിന് മുമ്പെങ്കിലും വന്ന് കാണണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ആ ഓഗസ്റ്റ് മാസം കഴിഞ്ഞാൽ ഈ സ്ഥലം കയ്യേറ്റക്കാർ ഈ സ്ഥലം മുഴുവൻ ഇടിച്ച് നികത്തിക്കൊണ്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ മണ്ണിൻ്റെ പ്രത്യേക ഘടന നിങ്ങൾ നോക്കൂ. ഈ മണ്ണിൻ്റെ പ്രത്യേക ഘടന വെച്ചിട്ട് ഇത് പെട്ടെന്ന് ഇടിഞ്ഞു പോകാവുന്ന ഒരു മണ്ണിൻ്റെ ഘടനയാണുള്ളത്. ഈ ഘടനയുള്ള മണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തേണ്ടതാണ്. അത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയൊക്കെ അതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ നമ്മൾ അപ്പുറത്ത് ഈ വർക്കല ക്ലിഫ് ഇടിച്ചു കളയാനുള്ളൊരു ഉത്തരവുണ്ടല്ലോ, ആ ഉത്തരവ് ഉപയോഗിച്ചുകൊണ്ട് അധികം താമസിയാതെ തന്നെ ഭൂമി കയ്യേറ്റക്കാർ ഇവിടെ വന്ന് ഈ സ്ഥലവും ഇടിച്ച് നികത്തുമെന്നുള്ളത് കൊണ്ട് തന്നെ
വിനോദസഞ്ചാരികൾക്ക് ആർക്കെങ്കിലും ഇവിടുത്തെ ഹൃദയഹാരിയായിട്ടുള്ള ദൃശ്യഭംഗി കാണണമെന്നുണ്ടെങ്കിൽ അവർ അടുത്ത ഓഗസ്റ്റിന് മുമ്പ് തന്നെ ഇവിടെ വന്ന് ഇതെല്ലാം കണ്ടുപോയിക്കൊള്ളണം എന്ന് മുൻകൂട്ടി അവരോട് ഞാനിപ്പോൾ പറയുകയാണ്. ഇവിടെ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലമെല്ലാം തന്നെ നേരത്തെ കുന്നായിരുന്നു. അത് ഓരോ സമയത്ത് ഇങ്ങനെ ഇടിഞ്ഞ് അതിപ്പോൾ ഏത് സ്ഥിതിയിലാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം. ഇതിനി കുറച്ച് മാസങ്ങൾ കൂടെ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടുത്തെ ഈ ഹൈ ടൈഡ് ലെവൽ എന്ന് പറയുന്നത് അകത്തേക്ക് കയറും, കടൽ അകത്തേക്ക് വരും. കേരളത്തിൻ്റെ ഭൂപടം തന്നെ നമുക്ക് മാറ്റി എഴുതേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത വളരെ വലുതാണ്. ഇപ്പോൾ തന്നെ ഇടിഞ്ഞ് ഏത് നിലയിലാണ് ഈ ഭാഗം നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ വലതുഭാഗത്ത് കൂടി ഒരു പടി മുകളിലോട്ടുണ്ട്. ഇതിൻ്റെ ഇടതുഭാഗത്ത് കൂടി ഇപ്പോൾ കാണാം, നിങ്ങൾക്ക് മുകളിലേക്ക് പോയിരിക്കുന്നത് കാണാം. അത് ഒരു പാതയാണ് മുകളിലേക്ക്. അപ്പോൾ രണ്ടാമത്തെ പാത. ഇനി ഇതുവഴി വേണമെങ്കിലും മുകളിലേക്ക് കയറാം. ആ മുകളിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും. എന്താ കാണാൻ കഴിയുന്നത്? റിസോർട്ടുകൾ. ആ മുകളിൽ കാണുന്ന എല്ലാ റിസോർട്ടുകളാണ്. അതായത് ഒരു നിർമ്മാണ പ്രവർത്തനവും നടക്കാൻ പാടില്ല എന്നുള്ളത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ CRZ റെഗുലേഷൻസ് ഉള്ള പ്രദേശത്ത് എല്ലാവിധ നിയമങ്ങളും നഗ്നമായി ലംഘിച്ചുകൊണ്ട് അങ്ങ് മുകളിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടുകളാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ആ റിസോർട്ടിലേക്കുള്ള വഴികളാണ് എൻ്റെ ഇടതുവശത്തും വലതുവശത്തും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരു കളക്ടറുണ്ട്. അയാളുടെ പേര് ജെറോമിക് ജോർജ് എന്നാണ്. ജെറോമിക് ജോർജ്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അയാളെന്തോ വലിയ പഠിച്ച് വലിയ എന്തോ മാർക്ക് മേടിച്ചൊക്കെ പാസ്സായ ആളാണെന്നാണ് എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ഈ ജെറോമിക് ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള തിരുവനന്തപുരം ജില്ലാ കളക്ടർ എന്തുകൊണ്ടാണ് ഈ വർക്കലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അനധികൃതമായിട്ടുള്ള ഈ നിയമവിരുദ്ധമായിട്ടുള്ള ഈ CRZ നഗ്നമായുള്ള ലംഘനം അയാൾ കാണാത്തത് എന്താണ് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി അയാൾ ഇവിടം സന്ദർശിക്കുകയും ഈ നിയമവിരുദ്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ അയാൾ കോടതി കയറി ഇറങ്ങേണ്ടി വരും എന്ന് മാത്രമല്ല, അയാളുടെ ജോലിക്ക് പോലും പ്രശ്നമുണ്ടാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, നമ്മൾ അടുത്ത വലിയ നിയമവിരുദ്ധതയുടെ മുന്നിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നിങ്ങളങ്ങ് മുകളിലോട്ട് നോക്കിയാൽ അവിടെ ഒരു റിസോർട്ടും കൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതും നിയമവിരുദ്ധമാണ്. പണിയാൻ പാടില്ലാത്തടത്താണ് അത് പണിതിരിക്കുന്നത്. അതിൻ്റെ പേര് നെബോ എന്നുള്ള പേരിലുള്ള ഒരു റിസോർട്ടാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ റിസോർട്ടിൻ്റെ പുറകിൽ വലിയൊരു കഥയുണ്ട്. ഒരു വലിയ മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ, ഒരു വലിയ തട്ടിപ്പിൻ്റെ കഥ ആ റിസോർട്ടിൻ്റെ പുറകിലുണ്ട്. അത് കൈകാര്യം ചെയ്യാനായിട്ട് അത് മാത്രം കൈകാര്യം ചെയ്യാൻ നമ്മൾ ഒന്നുകൂടി വർക്കലയിൽ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും അടുത്ത നിയമവിരുദ്ധത അതാണ് മുകളിൽ കാണുന്ന ആ നെബോ എന്ന് പറയുന്ന ആ റിസോർട്ട് ഇവിടെ മുതൽ അങ്ങ് അറ്റം വരെ ആ റിസോർട്ട് തുടരുകയാണ്. പരിപൂർണമായിട്ടുള്ള നിയമലംഘനമാണ് അതുമായി ബന്ധപ്പെട്ട് വിശദമായി കൈകാര്യം ചെയ്യാൻ നമ്മൾ ഒന്നുകൂടി വരും എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഇത് നിയമവിരുദ്ധമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് ഇവിടെ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്.